ഹലോ ഡിയർ മക്കളെ, വെൽക്കം ടു പൈറസ് ലേണിംഗ് അക്കാഡമി. ഇറ്റ്സ് മീ അനന്തു. അപ്പോൾ മക്കളെ, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഫൈനൽ വാർണിംഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മക്കളെ. കാരണം ഇന്ന് മെയ് 31. ഇന്നെത്രയാണ്? 31/5/24. മെയ്യിലെ ലാസ്റ്റ് ദിവസമാണിന്ന്. നാളെ മുതൽ ജൂൺ തുടങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സാം ജൂൺ 12-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാം 12-ാം തീയതി എന്ന് പറഞ്ഞാൽ ഇനി വെറും 10 അല്ലെങ്കിൽ 11 ദിവസം. 10 അല്ലെങ്കിൽ 11 ദിവസം, 10 ദിവസം തന്നെ എടുക്കാം. കാരണം 11-ാം ദിവസം നമുക്ക് റിവിഷൻ കഴിഞ്ഞിട്ട് 12-ാം തീയതി പരീക്ഷയ്ക്ക് പോകേണ്ടതാണ്. മാത്സ് എക്സാം 14-ാം തീയതിയാണ് എന്ന് പറയുന്നത് നമുക്ക് 2 ദിവസം കൂടെ എക്സ്ട്രാ ഉണ്ട്. എങ്കിലും 10 ദിവസം എന്നുള്ള കടമ്പയിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. നാളെ ആകുമ്പോൾ ജൂൺ 1 ആകും. പിന്നെ ദിവസങ്ങൾ പോകുന്നത് കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഞാനൊരു വാർണിംഗ് തന്നില്ലേ, 15 ദിവസം എന്ന് പറഞ്ഞ്, അതാ അവസാനിക്കുകയാണ്. ഇനി വെറും 10 ദിവസം കൂടെ. അപ്പോൾ മക്കളെ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഇനി പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വിജയിക്കുമോ എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. കാരണം എത്രത്തോളം പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ കാണും. കാരണം ഒരിക്കൽ നിങ്ങൾ തോൽവി അറിഞ്ഞവരാണ്. അപ്പം മക്കളെ, ഇനിയുള്ള ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതിനെപ്പോഴും പറയണ പോലെയല്ല, ഇത് ഫൈനൽ വാർണിംഗ് ആണ്. നാളെ തൊട്ട് ജൂൺ 1-ാം തീയതി തൊട്ട് പഠിച്ചു തുടങ്ങുന്നൊരു കുട്ടിക്കും മാത്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വിജയിക്കാൻ സാധിക്കും. അതെൻ്റെ ഉറപ്പാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ 3-4 സബ്ജക്റ്റുകൾ ഉള്ള കുട്ടികളാണെങ്കിൽ വളരെയധികം ടൈം നിങ്ങൾ എടുത്ത് പഠിക്കേണ്ടി വരും. പക്ഷേ മാത്സ് മാത്രം അല്ലെങ്കിൽ 1-2 സബ്ജക്റ്റ്, 2 സബ്ജക്റ്റോ 3 സബ്ജക്റ്റോ തോറ്റ കുട്ടികൾക്കാണെങ്കിലും ധാരാളം സമയമുണ്ട്. മാത്സ് മാത്രം പോയ കുട്ടികൾ, മാത്സിൻ്റെ കാര്യം ഞാൻ പറയുവാണെങ്കിൽ മക്കളെ, നാളെ തൊട്ട് ജൂൺ 1 തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് 10 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി മക്കളെ, എൻ്റെ ഒക്കെ കുറേ കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാറേ ഷുവർ ക്വസ്റ്റ്യൻസ് ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 36 മാർക്ക് കിട്ടുമോ, 40 മാർക്ക് കിട്ടുമോ, 25 മാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മക്കളെ, ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് തിരഞ്ഞു പിടിച്ച് നിങ്ങൾക്ക് തരുന്നത്. അത് ചോദിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് തരുന്നത്. അതിൻ്റെ ബേസ് പോലും പറയാതെ നിങ്ങൾക്ക് ചെയ്യുന്ന രീതിയിൽ അത്ര എളുപ്പമായിട്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 18 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ 25 മാർക്ക് കിട്ടും, ചിലപ്പോൾ 30 മാർക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, എന്തായാലും നിങ്ങൾ ജയിക്കും. 18 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ഇതിനകത്ത് നിന്ന് കിട്ടും എന്നുള്ള ഉറപ്പാണ്. പക്ഷേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യില്ലേ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ് ആണ് നിങ്ങൾക്കുള്ളത്. എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഇങ്ങ് പോരും. കാരണം കുറേ കുട്ടികൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്, സാറേ മഴ കാരണം ഞങ്ങളുടെ ഓഫ്ലൈൻ ക്ലാസ്സൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾക്ക് ക്ലാസ്സിന് പോകാൻ പറ്റുന്നില്ല, സാറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഓൾറെഡി ഞങ്ങൾ വേറൊരു ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, സോ ഈ ബാച്ചിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഓൾറെഡി അവിടെ പേ ചെയ്ത് കഴിഞ്ഞു, ഇവിടെ പേ ചെയ്യാൻ പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞ് കുറേ കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. മക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പോയി അതെ താഴത്തതേ ഒരു ഓഫർ കണ്ടല്ലോ. 1500 രൂപയായിരുന്നു നമ്മുടെ ബാച്ചിൽ ചേരാനായിട്ടുള്ള ഫീസ്. അത് നാളെ തൊട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇനി വെറും 10 ദിവസം കൂടെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള എല്ലാം നമ്മുടെ ആപ്പിനകത്ത് ലഭിക്കും. അപ്പോൾ വെറും 899 899 എന്ന എമൗണ്ട് പേ ചെയ്ത് നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാം. ആദ്യം ജോയിൻ ചെയ്ത കുട്ടികളെ പോലെ തന്നെ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കും. ഒരൊറ്റ ക്ലാസ് പോലും മിസ്സാകത്തില്ല. അവരും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇത് മാത്രമേ ഉള്ളൂ, ദിവസങ്ങളുടെ വ്യത്യാസം എന്ന് പറഞ്ഞ് സമയത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സമയം അവർക്ക് കുറേ അധികം കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി എൻ്റെ ബാച്ചിൽ ചേർന്ന കുട്ടികളെല്ലാം 30 മാർക്കിൻ്റെ അപ്പുറം സെറ്റാക്കി കഴിഞ്ഞവരാണ്. 34 മാർക്കോളം സെറ്റാക്കി കഴിഞ്ഞ കുട്ടികളാണ് എൻ്റെ ബാച്ചിലുള്ളത്. എന്ന് പറഞ്ഞാൽ ഡബിൾ പാസിൻ്റെ അടുത്ത് മാർക്ക് സെറ്റാക്കിയ കുട്ടികളാണ് എൻ്റെ ബാച്ചിലുള്ളത്. ഇനിയും ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഒരു 40 മാർക്കിൻ്റെ അപ്പുറം കിട്ടാവുന്ന രീതിയിൽ അവർക്ക് പഠിക്കാൻ ഇനി ധാരാളം സമയമുണ്ട്. പക്ഷേ നിങ്ങൾ ഇന്ന് തൊട്ട് ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് സമയം കുറവാണ്. പക്ഷേ പഠിക്കാൻ ധാരാളം സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ഇന്ന് തന്നെ മെസ്സേജ് ചെയ്യുക മക്കളെ. ഇനി നിങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഒരു 5 ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് എന്ന് പറഞ്ഞ് വരത്തൊന്നുമില്ല. ഇനി 10 ദിവസം നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഇതെൻ്റെ അവസാനത്തെ ഒരു വാർണിംഗ് ആണ്.
അപ്പോൾ നിങ്ങൾ എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിച്ചാൽ പറ്റത്തുള്ളൂ മക്കളെ. സ്വയം പഠിച്ച് ജയിക്കാൻ നിങ്ങൾ നോക്കരുത്. യൂട്യൂബിൽ ഇടുന്നതിനൊരു പരിധിയുണ്ട്. ഞാൻ മാക്സിമം, ഞാൻ അറിയാലോ മക്കളെ, എൻ്റെ ശ്രദ്ധ മൊത്തം എൻ്റെ ബാച്ചിലെ കുട്ടികൾക്കാണ്. മാക്സിമം അവർക്ക് കൊടുക്കുകയാണ്. ഒരു 40 മാർക്കിനപ്പുറം ജയിക്കാനുള്ള രീതിയിൽ ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന മിക്ക കുട്ടികൾക്കും ജയിക്കാൻ ആഗ്രഹമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചെറിയൊരു എമൗണ്ടിൽ ഞാൻ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് തരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും ഇങ്ങ് പോരുക. ഈ ഒരു എമൗണ്ട് തന്നെന്ന് കരുതി നിങ്ങൾക്ക് ഒന്നും പോകാനില്ല മക്കളെ. നിങ്ങൾ ജയിക്കുമെന്നുള്ളത് എൻ്റെ 100% ഉറപ്പാണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത്, കാരണം ബാച്ചിൽ എന്ന് പറയുമ്പോഴത്തേക്കും മക്കളെ അങ്ങനെയല്ല, ഓരോ ചാപ്റ്റർ വൈസായിട്ട് ചാപ്റ്റർ ഇത്ര മാർക്കിൻ്റെ ചാപ്റ്റർ സെറ്റാക്കും, ഇത്ര മാർക്കിൻ്റെ ചാപ്റ്റർ സെറ്റാക്കും, അങ്ങനെയാണ് പഠിച്ച് വരുന്നത്. സോ അത് നിങ്ങൾ പഠിക്കുക. അതിൻ്റെ കൂടെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ ആൻസർ ഇവിടെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ല, സെറ്റാക്കി വരും. എൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന മക്കളുടെ മെസ്സേജ് കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. സാറേ സെറ്റാക്കി, ഞാൻ 8 മാർക്ക് സെറ്റാക്കി, ഞാൻ 22 മാർക്ക് സെറ്റാക്കി, ഞാൻ 28 മാർക്ക് സെറ്റാക്കാൻ വേണ്ടി കിടക്കുന്നു, ഞാൻ 30 മാർക്ക് സെറ്റാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മാർക്ക് സെറ്റാക്കി നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിലൂടെ അത്രയ്ക്ക് നമുക്കൊരു ഇത് കിട്ടത്തില്ല, എങ്കിലും ജയിക്കാനുള്ളത് കിട്ടും. പേ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോസ് തന്നെ നോക്കുക. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇനി ഒരു ചാൻസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ബാച്ചിൽ ജോയിൻ ചെയ്യുക, മാത്സ് ജയിക്കുക. ഇതിൻ്റെ അപ്പുറം എനിക്ക് ഒന്നും പറയാനില്ല. ബാച്ചിൽ ജോയിൻ ചെയ്താൽ മാത്സ് ജയിക്കും, അതെൻ്റെ ഉറപ്പാണ്. പക്ഷെ പഠിക്കുക. ഈ 10 ദിവസം, ജൂൺ 1 തൊട്ട്, നാളെ തൊട്ട് 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ തീർക്കണം. ഞാൻ ഇനിയും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്ക് ഓൾറെഡി ഒരു 6 ചാപ്റ്ററോളം വന്ന് കാണും. 6 ചാപ്റ്റർ എന്ന് പറഞ്ഞാലും ഒരു 2-3 വീഡിയോ ഒക്കെ കാണത്തുള്ളൂ കേട്ടോ. പെട്ടെന്ന് കണ്ടു തീരാൻ പറ്റും. ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 4 ചാപ്റ്റർ വേണേൽ തീർക്കാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്ന്. എങ്ങനെയാണോ ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ആപ്പിലും ക്ലാസ് തരുന്നത്. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടികളോട് ചോദിച്ചാൽ മതി, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എൻ്റെ കുട്ടികൾ പറഞ്ഞു തരും. ക്ലാസ് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ മക്കളെ, ബാച്ചിൽ ജോയിൻ ചെയ്ത കുട്ടികൾ. കാരണം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അതൊരു സഹായമാകും. അപ്പോൾ ഇനി ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് എന്ന് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉടനെ ജോയിൻ ചെയ്യുക മക്കളെ. ജോയിൻ ചെയ്യുന്നതിന് ശേഷം പ്രോബ്ലംസ് ചെയ്യുക. എന്നോട് തന്നെ ഡൗട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. എക്സാമിനോട് അടുക്കുകയാണ്. ഇനി 5-6 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഇനി വെറും വിരലിലെണ്ണാവുന്ന ദിവസങ്ങളിലേക്ക് മാറും. അപ്പം നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല, പിന്നെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പം മക്കൾ ഈ 2 ദിവസത്തിനുള്ളിൽ മാക്സിമം കുട്ടികൾ ജോയിൻ ചെയ്ത് പഠിക്കുക. പെർഫെക്റ്റ് ആയിട്ട് പഠിച്ച് A+ വാങ്ങാന്നുള്ള എൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പോൾ മക്കളെ, ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ട കുട്ടികൾ ബാച്ചിൽ ജോയിൻ ചെയ്യുക, അല്ലാത്ത കുട്ടികൾ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് ബാക്കിയുള്ള കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മക്കളെ. എല്ലാവരിലേക്കും വീഡിയോ എത്തിക്കുക. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക മക്കളെ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.